ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനസ്സിലുള്ള കാര്യം ഇയാളോട് പറഞ്ഞാലോ? ആദ്യം മൂഡ് എങ്ങനെയെന്ന് നോക്കാം. എന്താണ്, ഉറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഉറങ്ങണം. ഡ്രൈവർ പയ്യുന്നത് എങ്ങോട്ടാ? വെറുതെ. വെറുതെ ആണോ? എനിക്കിവിടെ വന്നിരിക്കേ, കുറച്ചേരം സംസാരിക്കല്ലോ. അത് കലക്കി. അപ്പോ നല്ല മൂടി തന്നെയാ. നല്ല സ്ഥലമല്ലേ? കൊള്ളാം. ശരിക്കും പറഞ്ഞ നമ്മളെ ഒറ്റയ്ക്കല്ല വരേണ്ടത്, ഭാര്യയും കൊണ്ടൊക്കെ വരണം. അതിന് തനിക്ക് ഭാര്യയില്ലല്ലോ. ഉടനെ ഉണ്ടാവുമല്ലോ. ഉടനെയോ? അതെ. മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അയാളൊരു എസ് ഇങ്ങോട്ട് വരേണ്ട താമസമുള്ളൂ. താൻ ഇഷ്ടം പറയുമ്പോ അയാളുടെ എസ് തന്നെ പറയുന്ന എന്താ ഇത്ര ഉറപ്പ്? അങ്ങനെ ഉറപ്പൊന്നുമില്ല, എന്നാലും എസ് പറയും. പറയണം, കാരണം എന്റെ ഇഷ്ടം അത്രയ്ക്കും സീരിയസാ. നമ്മൾ അത്രമേലൊരു കാര്യം ആഗ്രഹിച്ചാ അത് നമുക്ക് കിട്ടുന്നല്ലേ പറയാറ്. ഇതൊക്കെ ഓരോരുത്തർ വെറുതെ പറയുന്നല്ലേടോ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കിട്ടും. ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി കഷ്ടപ്പെടുകയും വേണം. അല്ലെങ്കിലും കഷ്ടപ്പെട്ട് കിട്ടുന്നതിന് വിലയുണ്ടാവും, അതേ നിലനിൽക്കൂ. അല്ല, തനിക്കെങ്ങനെ ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? എന്തിനെങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന? പറയുന്നതോടെ അതിനൊരു തീരുമാനമാവുമല്ലോ. പറയാൻ പോവാ ഞാൻ. പക്ഷെ പറയുമ്പോ ഇഷ്ടല്ലെന്ന് പറയുന്നൊരു പേടി. പറഞ്ഞു നോക്ക്, അപ്പോഴല്ലേ അറിയൂ. ചിലപ്പോ ആ ആൾക്കും ഇഷ്ടമാണെങ്കിലോ? ഇപ്പോ തന്നോടാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതെങ്കിലോ താനെന്ത് തീരുമാനിക്കും? അതിപ്പോ എങ്ങനെ പറയാൻ പറ്റും? ആലോചിച്ചല്ലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. എടോ, ഇനി ഞാനെങ്ങാനും ആണോ തന്റെ മനസ്സിലുള്ള ആള്? അല്ലെന്ന് എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ. അല്ല, താൻ പോവാണോ? പോവാ. താൻ ഇവിടെ ഇരുന്നൊന്ന് ആലോചിച്ച് ഉടനെ ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ഇഷ്ടമായ ആളോട് ഉടനെ പറയാൻ നോക്ക്. ചിലപ്പോ അയാളും ഇത് കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നശിപ്പിച്ചു. നല്ലൊരു അവസരമായിരുന്നു, പറയാൻ പറ്റില്ല. ചന്ദ്രമേ, ഞാൻ വെറുതെ ആണെങ്കിൽ സാരമില്ല. അതല്ല, എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ അതങ്ങ് മതിയാക്കണം. മറ്റൊന്നും കൊണ്ടല്ല. ഇതുപോലൊരു ബന്ധത്തിന് രമാമയുടെ ഒരിക്കലും സമ്മതിക്കില്ല.